If you have your Bible, I want you to turn with me Matthew's Gospel, chapter 6, from verse 19 to verse 24. നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. See, life is made up of choices. ജീവിതം തിരഞ്ഞെടുപ്പുകളുടെ ഒരു സമാഹാരമാണ്. Whether you are purchasing a car, നാം ഒരു കാർ വാങ്ങുവാനായി പോവുകയാണെങ്കിൽ, or you are purchasing a two-wheeler, ഒരു മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങുവാൻ നാം പോവുകയാണെങ്കിൽ, or you are purchasing a property, a house, ഒരു വീടോ വസ്തുവോ നാം വാങ്ങുവാൻ പോവുകയാണെങ്കിൽ, or you are starting a family, നാം എന്തെങ്കിലും ഒരു പുതിയ സംരംഭത്തിൽ ഇടപെടുകയാണെങ്കിൽ, so many choices in life. നമ്മുടെ മുൻപിൽ ധാരാളം സാധ്യതകളും തെരഞ്ഞെടുപ്പുകളും ഉണ്ട്. What to eat for breakfast, പ്രഭാത ഭക്ഷണത്തിന് നാം എന്ത് തിരഞ്ഞെടുക്കും? what to eat for lunch, ഉച്ച ഭക്ഷണത്തിന് വേണ്ടി നാം എന്ത് തിരഞ്ഞെടുക്കും? and what to eat for dinner. നമ്മുടെ അത്താഴം എന്തായിരിക്കും? And we make so many choices. അപ്രകാരമുള്ള വ്യത്യസ്തങ്ങളായ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. And some choices are bigger. ഇതിൽ ചില തെരഞ്ഞെടുപ്പുകൾ വളരെയേറെ വലുതാണ്. Bigger than others. മറ്റുള്ളതിനേക്കാൾ താരതമ്യേന വലിപ്പമുള്ളതും പ്രാധാന്യമുള്ളതുമാണ് അവയൊക്കെ. But you know, making choices is very vital in life. എന്നാൽ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളത് അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാവുന്നു. Because that determines our happiness or unhappiness. കാരണം ഈ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകണമോ ദുഃഖസാന്ദ്രമാകണമോ എന്ന് നിശ്ചയിക്കുന്നത്. But when we make a particular choice, then we have to face the consequence. അതുകൊണ്ട് നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ അതിൻ്റെ അനന്തരഫലവും അനുഭവിക്കേണ്ടവരാണ്. Sometimes when we make some choices, we regret. ചിലപ്പോൾ നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ഫലമായി ദുഃഖിക്കാറുണ്ട്. Sometimes we are very happy, we are very proud of our choices. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ശരിയായല്ലോ എന്നോർത്ത് നാം അത്യന്തം സന്തോഷിക്കാറുമുണ്ട്. Now if you read this passage that was read to us by Achan Bobby, you'll find that Jesus is putting before us some choices. നാം വായിച്ച ഈ ദൈവവചനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുൻപിൽ ചില തെരഞ്ഞെടുപ്പുകളെ വയ്ക്കുകയാണ്. First there is a choice between treasure on the earth and treasure in heaven. ഒന്നാമതായി ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനെക്കുറിച്ചും സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചുള്ള താരതമ്യം കർത്താവ് നടത്തുകയാണ്. Look at the first part here. Do not lay up for yourselves treasures on earth. Why? Where moth and rust destroy, and where thieves break in and steal. 19-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. See, first it tells us avoid the things that moth can destroy. പുഴു
കെടുത്തിക്കളയാത്ത, നഷ്ടമാക്കി കളയാത്ത, നശിപ്പിച്ച് കളയാത്ത നിക്ഷേപത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. Some of us, we buy fine clothes. നാം വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങാറുള്ളവരാണ്. Elaborate clothes. വളരെ വിലപിടിപ്പുള്ള സുന്ദരമായ വസ്ത്രങ്ങൾ. We go for different designs these days. വ്യത്യസ്തങ്ങളായ ഡിസൈൻസ് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലും ഘടനയിലും ഭാവത്തിനുമുള്ള വസ്ത്രങ്ങൾ നാം വാങ്ങാറുണ്ട്. But what Jesus reminds us, you buy, but what happens to you, you store them up. നാം അപ്രകാരം വാങ്ങുന്ന വസ്ത്രങ്ങൾ ചില നാളുകൾ സൂക്ഷിച്ചു വെച്ചാൽ, as you store them up, slowly moth gets in. നാം അത് ചില നാളുകൾ സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കീടങ്ങൾ, പുഴുക്കൾ കടന്നുകൂടും. And their beauty and value get destroyed. ഈ നവ്യമായ വസ്ത്രങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ മൂല്യവും ഇത് കെടുത്തിക്കളയും. And then he says here, avoid things that rust can destroy. വീണ്ടും കർത്താവ് പറയുകയാണ് തുരുമ്പെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. See, the word rust in Greek, it literally means eating away. ഗ്രീക്ക് ഭാഷയിൽ തുരുമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ തിന്നുകളയുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. Those days in Palestine, the wealth of a person is determined how much he has stored in his barns, the grain. പലസ്തീൻ നാട്ടിൽ അക്കാലത്ത് ഒരാളുടെ സമ്പത്ത് നിശ്ചയിച്ചിരുന്നത് അയാളുടെ ധാന്യപ്പുരയുടെ അളവനുസരിച്ചാണ്. So Jesus says here, as you store up the grain in your big barns, slowly rats will get in. അവരുടെ ധാന്യപ്പുരയിൽ അപ്രകാരം ധാന്യം കൂട്ടിവെച്ച് കഴിയുമ്പോൾ ചില നാളുകൾ കഴിയുമ്പോൾ അവയുടെ ഉള്ളിലേക്ക് ഈ വിവിധങ്ങളായ ജന്തുക്കൾ, പ്രത്യേകിച്ച് എലി പോലുള്ള മൃഗജാതികൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും. And worms may get in and may destroy the grain. ഈ ധാന്യവും പുഴുക്കൾ അരിച്ചു കളയും. In some situations, some metals get destroyed by rusting. അതിനോടനുബന്ധമായിട്ടുള്ള ചില അതിൻ്റെ ഉപകരണങ്ങളും ഈ തുരുമ്പെടുത്ത് നശിച്ചു പോകും. And then he says here, avoid the treasure because thieves will steal your treasure. വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചു കളയുന്നിടത്ത് സൂക്ഷിക്കരുത്. You see, those days in Palestine, the houses were made up by baked clay. അക്കാലത്തെ പലസ്തീൻ നാടുകളിലെ വീടുകൾ കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളായിരുന്നു. And the robbers can easily dig into the walls. കള്ളന്മാർക്ക് വളരെ സൗകര്യപ്രദമായി ഈ വീടുകളുടെ ഉള്ളിൽ തുരന്നു കയറുവാൻ സാധിക്കുമായിരുന്നു. So what Jesus says here, there is no permanence in this earthly treasure. കർത്താവായ യേശു തന്റെ അനുവാചകരോടും ശിഷ്യരോടും പറയുകയാണ്, ലോകപ്രകാരമുള്ള ഭൂമിയിലെ നിക്ഷേപങ്ങൾക്ക് യാതൊരു വിധമായ നിലനിൽപ്പും ഇല്ല. We may say we are living in modern days, so we have a lot of chemicals to destroy the moth. നാം ഒരു പക്ഷെങ്കിൽ പറയുമായിരിക്കും, ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾക്ക് ഈ കീടങ്ങളെയും ഈ തുരുമ്പിനെയും ഒക്കെ നശിപ്പിക്കാനുള്ള രാസപദാർത്ഥങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് പറയാം. We may say we have rust-proof paints. കീടം അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാത്ത പെയിന്റ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ പറയാം. We may say that we have burglar alarms. ഒരു പക്ഷെങ്കിൽ കള്ളൻ കയറാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സിസ്റ്റംസ് നിങ്ങളുടെ ഭവനങ്ങളിൽ ക്രമീകരിച്ചിരിക്കാം. See, there are countries in this world where every house has security alarm. സുരക്ഷിതത്വത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന അലാം സിസ്റ്റമുള്ള വീടുകൾ ചില രാജ്യങ്ങളിൽ എല്ലാ ഭവനങ്ങളിലും ഉണ്ട്. But what happens in such a situation? We are not able to guard our earthly treasures. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം ഈ ഭൗതികമായ നിക്ഷേപങ്ങൾ അത്യന്തമായി ആശ്രയിക്കും. Why? There is inflation. എന്നാൽ നാം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് നാണ്യപ്പെരുപ്പം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. There is devaluation of currency. നോട്ട് നിരോധനം മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. There is a big economic slump. സാമ്പത്തികമായ ഒരു മുരടിപ്പ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. That's what we are reading in newspapers these days about this country. നാം അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ ദിവസങ്ങളിൽ പത്രദ്വാര വായിക്കുകയാണ്. Then the crash in stock markets. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നുണ്ടായിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ നമുക്കറിയാം. And last week we read about it in the newspapers, how the stock market crashed. കഴിഞ്ഞ ആഴ്ചയിൽ നാം ബഡ്ജറ്റിനോട് അനന്തരമായി സംഭവിച്ച വീഴ്ചകളെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. Then reduction in interest rates. നമ്മുടെ നിക്ഷേപത്തിന്റെ പലിശയിൽ വന്ന കുറവ് നമുക്കറിയാം.
I have a banker as a friend in Hyderabad. ഹൈദരാബാദിൽ എനിക്ക് ബാങ്ക് ജീവനക്കാരനായ ഒരു സുഹൃത്തുണ്ട്. So one day we both were discussing about the reduction in the interest rate, now which is said around 6%. ഇപ്പോൾ നിക്ഷേപ പലിശയുടെ നിരക്ക് 6% കുറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. From 10% to 6%. 10% നിന്ന് ഏകദേശം 6% വരെയുള്ള താഴ്ച. And he says to me that it may go still further down. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇനിയും ഈ പലിശ നിരക്ക് കുറയാനാണ് സാധ്യത. So Jesus makes it very clear to all of us here. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യരോടല്ല പിന്നെയോ നാം എല്ലാവരോടും ഇപ്രകാരം പറയുന്നു, There is no permanence in the earthly treasure. ഈ ഭൂമിയിലെ നിക്ഷേപത്തിന് സ്ഥായിയായ ഭാവമില്ല, നിലനിൽപ്പില്ല. The issue is not that earthly treasure is bad. He's not saying that. ഭൂമിയിലെ നിക്ഷേപം തെറ്റ് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നില്ല. But he says earthly treasure does not have ultimate value. എന്നാൽ കർത്താവ് പറയുകയാണ് ഈ ഭൗതികമായ നിക്ഷേപങ്ങൾക്ക് നിത്യമായ വിലയില്ലെന്ന് കർത്താവ് പറയാൻ ശ്രമിക്കുകയാണ്. He tells us don't spend all your time in accumulating the earthly treasure. There is no permanence in that. ഭൂമിയിലെ നിക്ഷേപം സ്വരൂപിക്കുവാനായി നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യയം ജീവിത സമയം മുഴുവൻ ചെലവിടരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. He goes on to say, but lay up for yourselves treasures in heaven. കർത്താവ് തുടർന്ന് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിച്ചുകൊള്ളുവിൻ. He says there is no moth in heaven. അവിടെ പുഴുവില്ല. There are no rats in heaven. അവിടെ കീടങ്ങളില്ല, അവിടെ എലിയില്ല, എലിശല്യമില്ല. So he says, store up your heavenly treasure. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി തീരുവിൻ. Now what does it mean, storing up your treasure in heaven? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്? 3 things come to my mind. 3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു വരികയാണ്. One of the treasures is growing in the personal knowledge of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ആത്മനിഷ്ഠമായ അനുഭവത്തെക്കുറിച്ചാണ് സ്വർഗത്തിലെ നിക്ഷേപം എന്നുള്ളതിൽ കൂടെ കർത്താവ് അർത്ഥമാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. Not an intellectual knowledge. ബൗദ്ധികമായ ഒരു അറിവിനെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Not even a kind of a mysticism. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിഭൗതികതയിലേക്കോ അല്ലെങ്കിൽ അതിധ്യാനത്തിലേക്കുള്ള നീക്കം നല്ലത്. But a personal, day-to-day, experiential knowledge in Christ Jesus. ദൈനംദിന ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ അഭേദ്യമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. And that's what you and I must experience. അതാണ് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടത്. I don't know how long you are a Christian. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം എത്രമാത്രം അനുഭവിക്കുമെന്ന് എനിക്കറിയില്ല. You see, some of us, we go to church Sunday after Sunday, and in some churches they go through the Apostles' Creed. What we do, we just give our intellectual assent as we go through the creed. ഞായറാഴ്ചകൾ തോറും ദൈവാലയങ്ങളിൽ ആരാധനയിൽ പങ്കുചേരുകയും വിശ്വാസ പ്രഖ്യാപനം ഉരുവിടുകയും ചെയ്യുന്ന നാം അത് കേവലം ഒരു ഭൗതിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. But what is needed is that personal, intimate relationship with Christ. വ്യക്തിപരവും സുദൃഢവും ആഴവുമായുള്ള ബന്ധം കർത്താവായ യേശുക്രിസ്തുവുമായി സ്ഥാപിച്ചെടുക്കുകയാണ് ഇവിടെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. Now turn with me to the book of Philippians chapter 3. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെ ഞാൻ ആകർഷിക്കട്ടെ. And look at from verse 4 till verse 8 or 9. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള ദൈവവചനം. I request our Achan to read it in Malayalam. മലയാളത്തിൽ വായിക്കട്ടെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. You see, the Apostle Paul is very proud of his achievement, Jewish achievements.
ഒരു യഹൂദൻ എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന എല്ലാ നേട്ടങ്ങളെക്കുറിച്ചും അപ്പോസ്തലൻ അഭിമാനിക്കുകയാണ്. He says, I was circumcised the 8th day of the stock of Israel. ഇസ്രായേൽ ജാതിക്കാരനായ ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനെന്ന് അപ്പോസ്തലൻ പറയുന്നു. He says, I belong to the covenant community. ന്യായപ്രമാണ സമൂഹമായി, ഉടമ്പടി സമൂഹത്തിലെ അംഗമായി ഞാൻ ചേർക്കപ്പെട്ടിരിക്കുന്നു. He says, I belong to the tribe of Benjamin. ബെന്യാമിൻ ഗോത്രത്തിന്റെ ഭാഗമാണ് ഞാൻ. The tribe that gave the first king to the nation of Israel, Saul. ഇസ്രായേൽ രാജ്യത്ത് ഒന്നാമത്തെ രാജാവായ ശൗലിനെ നൽകിയ ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം. Then he says, I am a Hebrew of the Hebrews, I am a blue blood. ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണെന്ന് അപ്പോസ്തലൻ അഭിമാനപൂർവ്വം പറയുന്നു. And concerning the law, a Pharisee, I know every detail of the Mosaic law. മോശയുടെ ന്യായപ്രമാണത്തിന്റെ അണുവിട വിടാതെ എല്ലാം ഹൃദിസ്ഥമാക്കിയ ഞാൻ ഒരു പരീക്ഷനാണെന്ന് താൻ അഭിമാനിക്കുകയാണ്. You see what he says here, but what things were gained to me, these I have counted loss for Christ. എന്നാൽ അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, താൻ പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. Yet indeed I also count all things lost for the excellence of the knowledge of Christ Jesus my Lord. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. See, this is very vital in Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. I'm sure many of you may have that experience, personal knowledge of Christ. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തർക്കും അപ്രകാരമുള്ള അനുഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The second thing here, storing up treasure in heaven, it involves building up our character. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക എന്ന് അർത്ഥമാക്കുന്നത് രണ്ടാമതായി നമ്മുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. You see, God is more concerned about our character than our activities in the church. സഭയിലെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി സഭാമക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് കർത്താവ് കരുതുന്നു. God is more concerned about our character than giving. നമ്മുടെ ഉത്തമ സ്വഭാവത്തെക്കുറിച്ചാണ് ദൈവം തമ്പുരാൻ ഏതിനേക്കാളും അധികം വിലമതിക്കുന്നത്. Character is important, Christian character. ക്രിസ്തീയ വിശ്വാസികളുടെ സ്വഭാവ സവിശേഷത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. If you and I want to reach this country with the transforming love and power of Christ, we need to build up this character in us, in our family, in the church. ഈ രാജ്യത്തെ കർത്താവിന് വേണ്ടി നേടണമെന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ സഭയും അപ്രകാരം ക്രിസ്തീയ സ്വഭാവമുള്ളവരായി രൂപാന്തരപ്പെടേണ്ടതാണ്. And Jesus says you cannot serve two masters. നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു അസന്നിഗ്ധമായി തന്റെ അനുവാചകരോട് പറയുകയാണ്. He says those days during the time of Jesus, slavery was there. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്ത് അടിമ വ്യവസ്ഥിതി നിലവിലുണ്ടായിരുന്നു. A slave was owned by the master. ഒരു അടിമ ഒരു യജമാനന്റെ കീഴിലാണ് എപ്പോഴും. He cannot serve others. അദ്ദേഹത്തിന് മറ്റൊരു യജമാനന്റെ അരികിലേക്ക് പോകുവാൻ സ്വാതന്ത്ര്യമില്ല. And this is what Jesus says, total allegiance. പൂർണ്ണമായ വിധേയത്വമാണ് ഒരു അടിമയിൽ നിന്ന് യജമാനൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. So the choice between us, Jesus, the master, or money. ദൈവത്തെയും മാമോനെയും തമ്മിൽ തിരിച്ചറിയുവാനുള്ള വിവേകമാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ്. We need money. നമുക്ക് പണം ആവശ്യമാണ്. Jesus himself had a treasurer. കർത്താവിന് തന്നെ ഒരു ട്രഷറർ ഉണ്ടായിരുന്നുവല്ലോ. But what does he say here? എന്നാൽ ഇവിടെ കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? The issue is, how do I make my money? ഞാൻ എങ്ങനെ പണം നേടും സമ്പാദിക്കുമെന്നുള്ളതാണ് വിഷയം. How do I spend my money? എനിക്ക് ലഭിച്ച പണം ഞാൻ എങ്ങനെ ചെലവിടുമെന്നുള്ളതാണ് വിഷയം. Here is a person who spends all his time in expanding his kingdom, his wealth. തൻ്റെ സമ്പത്തിന്റെ രാജ്യം, തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായി അത്യധ്വാനം ചെയ്ത മനുഷ്യനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. He has no time for his family.
തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവിടുവാൻ സമയമില്ലായിരുന്നു. He has no time for his children. കുഞ്ഞുങ്ങളോടൊപ്പം ഒട്ടും സമയം ചെലവിട്ടിരുന്നില്ല. And the children at home crave for his attention, his love. He is not bothered. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ലഭിക്കാനായി ആകാംക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞുങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. So what do the children do? They go to the smartphone, they go to the Facebook, they spend all the time there. തൽഫലമായി എന്ത് സംഭവിക്കുന്നു? മാതാപിതാക്കളുടെ ശ്രദ്ധ ലഭിക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തങ്ങളുടേതായ ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു. And we recently read about the blue whale, how children committing suicide because parents don't give them the enough attention. ബ്ലൂ വെയിൽ എന്ന പ്രതിഭാസം വഴി ധാരാളം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതായി നാം ഈ നാളുകളിൽ കേട്ടിട്ടുണ്ടല്ലോ. So Jesus wants us here. കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. He says you better be careful. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. I know you need money. നിങ്ങൾക്ക് ധനവും പണവും ആവശ്യമെന്ന് എനിക്കറിയാം. I know you have to sustain yourself. നിങ്ങൾക്ക് ദൈനംദിന ജീവിതം പുലർത്തിക്കൊണ്ടുപോകാൻ പണം ആവശ്യമെന്ന് എനിക്കറിയാം. I know you need money for your own welfare and the welfare of your family. നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി പണം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. But listen, but don't ever become a slave to money. എന്നാൽ കർത്താവ് പറയുന്നു, ഒരിക്കലും നിങ്ങൾ ധനത്തിന് സമ്പത്തിന് അടിമകളായി തീരരുത്. He says be a slave to the master Jesus himself. ദൈവത്തിന് മാത്രം നിങ്ങൾ അടിമകളായി തീരണം. ദൈവം മാത്രം നിങ്ങൾ യജമാനനായിരിക്കണം. Some of you might have heard John Stott. John Stott was a great Christian thinker, an author. He's from England and a great man, a great Christian. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജോൺ സ്റ്റോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വളരെ ശ്രദ്ധേയനായ ഒരു സുവിശേഷ പ്രസംഗകനാണ് അദ്ദേഹം. അനേകം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. John Stott says anybody who divides his attention between God and money has already given to money, since God can be served only with our entire and exclusive devotion. അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, തങ്ങളുടെ ജീവിതം ദൈവത്തിനും ധനത്തിനുമായി പങ്കുവെച്ച് കൊടുത്തിരിക്കുന്ന ആളുകൾ I know a professor. ഒരു പരിധിവരെ പൂർണ്ണമായി പണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം ഒരിക്കലും തന്റെ സ്ഥാനം മറ്റുള്ളതുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നില്ല. I know a professor who is teaching in a university. He's a good friend of mine. എൻ്റെ ഒരു സുഹൃത്ത് യൂണിവേഴ്സിറ്റി അധ്യാപകനായി ശുശ്രൂഷ ചെയ്തിരുന്നു. He faced this issue in his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം താൻ അഭിമുഖീകരിച്ചു. Expanding wealth. ധനം വർദ്ധിപ്പിക്കുക എന്നുള്ള അത്യന്ത മോഹം. Making more and more money. കൂടുതൽ കൂടുതൽ പണം സമ്പാദിച്ച് സമ്പന്നനാകാനുള്ള അതീവ ജാഗ്രതയും വ്യഗ്രതയും. And he thought that was his life goal. അങ്ങനെ തന്നെ ജീവിതം സുഖസാന്ദ്രമായി തീരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. And he had no time for others. മറ്റുള്ളവർക്ക് വേണ്ടി അവരന് വേണ്ടി ഒരു നിമിഷം പോലും മാറ്റിവെയ്ക്കാൻ അയാൾക്കുണ്ടായിരുന്നില്ല. But one day the Holy Spirit convicted him. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയാളുടെ മേൽ നിയന്ത്രണം അയച്ചു. Is it your savior or your money? നിന്റെ രക്ഷകനോ നിന്റെ ധനമോ? And this person, he made a total commitment to the lordship of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ കർത്താവിന് താൻ പൂർണ്ണമായി തന്നെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. And today, even as he serves in that university, is a great blessing to many students and many others. ഇന്ന് അദ്ദേഹം താൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അനേകം കുഞ്ഞുങ്ങൾക്കും അനേക ആളുകൾക്കും മാതൃകയായി സഹായമായി ഭവിച്ചിരിക്കുന്നു. You see, Jesus is asking us for uncompromising commitment to him. കർത്താവായ യേശുക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സമ്പൂർണ്ണവും സമഗ്രവുമായ വിധേയത്വമാണ്. Not just commitment to our church activities. കേവലം ഇടവക സഭ ശുശ്രൂഷകളിൽ മാത്രം നമ്മുടെ പ്രതിബദ്ധത ഒതുങ്ങിക്കൂടരുത്. Not just being involved as a social activities in the society. സാമൂഹ്യ സേവനത്തിൽ മാത്രം നമ്മുടെ വിധേയത്വം ഒതുങ്ങിക്കൂടരുത്. But uncompromising commitment to his lordship. അന്യന് പ്രവേശനമില്ലാത്തവണ്ണം മറ്റൊന്നിനു വേണ്ടിയും പങ്കിടാത്തവണ്ണം ദൈവത്തോടുള്ള സമ്പൂർണമായ സമഗ്രമായ ഒരു വിധേയത്വമാണ് കർത്താവ് ഇവിടെ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. When you do that, he makes you a great blessed social Christian activities in this country. അപ്രകാരം നാം ദൈവത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെടുമ്പോൾ ഈ രാജ്യത്ത് ആധ്യാത്മിക സാമൂഹിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മാന്യ വ്യക്തിയായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടും. മാരാമൺ കൺവെൻഷൻ എല്ലാവരുടെയും ഒരു വലിയ വചനതീരത്തേക്കുള്ള യാത്രയുടെ ഒരു കാലയളവാണ്. തീർച്ചയായിട്ടും
ഇടം നഷ്ടപ്പെട്ടവരുടെ ഒരു സംഗമവേദിയായും ഈ മാരാമൺ കൺവെൻഷൻ മാറുന്നതിൽ സന്തോഷമുണ്ട്. വചനം കേൾക്കുക മാത്രമല്ല, കൂട്ടായ്മയുടെ ഒരു വലിയ സന്തോഷവും ഈ നാളുകളിൽ മാരാമൺ മണപ്പുറത്ത് സംഭവിക്കുന്നുണ്ട്. ബന്ധങ്ങൾ പുതുക്കുന്നതിനും സ്നേഹം ആചരിക്കുന്നതിനും ഈ മണപ്പുറം വേദിയാകുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. ഈ കൺവെൻഷൻ തുടർന്നും വരുന്ന ആളുകളിലും ഈ അനുഗ്രഹമാരിയായി തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ആളുകൾ സമൂഹത്തിൽ പല തലങ്ങളിലുള്ള ആളുകളുടെ ഒരു ഒന്നിച്ചുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒത്തുചേരലിൻ്റെ ഐക്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം തുടർന്നും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാത്തിരുന്നു